ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചിറ്റ പുതിയൊരു പാർലർ തുടങ്ങിയിട്ടുണ്ട്. പാലാങ്കരയിലാണ് ആ സ്ഥലം. എൻ്റെ മുടിയിലാണെങ്കിൽ ആകെ താരനും. അപ്പം പിന്നെ താരം കളയാൻ വേണ്ടിയിട്ട് സ്പാ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങോട്ടേക്ക് വന്നേ. അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാവും. ഇന്ന് ഞാൻ വരുന്നോണ്ടാണെന്നറിയില്ല, തിരക്കില്ല. എന്താണെന്നറിയില്ല, ഞാൻ ചെല്ലുന്നിടത്തൊന്നും ഇതൊക്കെ അവസ്ഥ. ഉള്ളവരൊക്കെ എഴുന്നേറ്റ് പോവുക. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ പാർലറിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോസൊക്കെ എടുത്തത്. എന്തായാലും വന്നതല്ലേ, ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ. വന്ന പാടെ തന്നെ എന്നോട് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. കസേരയിൽ ഇരിക്കാൻ ഒഴിവില്ല, അപ്പോഴേക്കും തുടങ്ങി ട്രീറ്റ്മെൻറ്റ്. ഒരു വട്ടം കൂടെ ഹലോ ഗൈസ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ കോപ്രായങ്ങളൊക്കെ കണ്ട് പുറകിലിരുന്നവർ രണ്ടുപേരും ചിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ആൻമരിയ വന്നിട്ടുണ്ട് സ്കൂൾ വിട്ടിട്ട്. ഇത് ഞാൻ കൊണ്ടുവന്ന കപ്പ ചിപ്സാട്ടോ, അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നുന്നുണ്ടോ. ഈ കുട്ടിക്കുറുമ്പിയാണ് ലച്ചു. പാവം, എന്ത് നല്ല സ്നേഹമുള്ള അനിയത്തി. കുറുമ്പുറും. അപ്പോൾ എൻ്റെ തലയിൽ ഇവർ ഫുള്ള് സ്പായിൻ്റെ ക്രീം അപ്ലൈ ചെയ്യാണ് കേട്ടോ. മുടി കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് രണ്ടുപേരും കൂടെ നിന്ന് സെപ്പറേറ്റ് നിന്ന് ഇങ്ങനെ വലിച്ച് നീട്ടി ചെയ്യണം. പാട്ട് കൊള്ളാമല്ലേ. ഇവിടെ ഓഹരി വെപ്പാണ് കേട്ടോ. കപ്പ ചിപ്സ് കൈ കിട്ടിയാൽ അത് പിന്നെ രണ്ടു പേർക്കും തീർത്തില്ലെങ്കിൽ ഒരു സുഖമില്ലാത്തതുകൊണ്ട് അത് തീർക്കാനുള്ള മല്ലിപ്പിടുത്തത്തിലാണ്. മുടിയിൽ അങ്ങനെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. ക്രീമൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടാവും മുടി ഭയങ്കര ചപ്പിയായിരിക്കുന്നത്. ദേ വീണ്ടും സ്നേഹനിധിയായ അനിയത്തി. ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം വെറുതെ ഇരിക്കേണ്ടതുകൊണ്ട് ഞാൻ ഈ കുട്ടിക്കുറുമ്പീൻ്റെ ഓരോ കളികളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സൂപ്പർ സൂപ്പർ കുച്ചിപ്പുടി കളിക്കുക. അങ്ങനെ നല്ല ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഇവിടുത്തെ പാർലറത്തെ ചേച്ചി അടിപൊളിയായിട്ട് തല മസാജ് ചെയ്ത് തന്നു കേട്ടോ. സത്യം പറഞ്ഞ് ഈ മസാജ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള കാര്യമല്ലേ. നമുക്കങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. എനിക്ക് വരുന്നുണ്ടായിരുന്നു ഗൈസ്. കുറച്ച് നേരം കൂടെ ക്രീമൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. ഹെയർ വാഷ് ചെയ്ത് ബ്ലോവർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ ഞാൻ ഈ കാഴ്ച കാണുന്നേ. പാവം നല്ല കെയർഫുൾ ആയിട്ട് ഇട്ടതായിരുന്നു, പക്ഷെ എല്ലാം പരന്നുപോയി ഗൈസ്. അങ്ങനെ ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഹെയർ കട്ട് ചെയ്യാൻ പോവാട്ടോ. അതിനു മുന്നേ ഹെയർ ഇപ്പോൾ ഡ്രൈ ചെയ്തു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫൈനൽ ലുക്കിലെത്തി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ സ്പാ വ്ലോഗ് നിർത്തുവാണ് കേട്ടോ. വീഡിയോ കണ്ടു നിന്ന് എല്ലാവർക്കും താങ്ക് യു. ഇനിയും എൻ്റെ വീഡിയോസ് കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ.